ഹൃദയം ഭാഗം 7. ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങുമെന്ന് ഗൗതം പറഞ്ഞതുകൊണ്ട് പാക്കിങ്ങിലാണ് ദീപു. ഇങ്ങോട്ട് വരുമ്പോൾ 2 ജോഡി ഡ്രസ്സു മാത്രമായി വന്നതാണ്. അങ്ങോട്ട് പോകുമ്പോൾ എക്സ്ട്രാ ഒരു ധാവണിയും കൂടെ ഗൗതമിന്റെ വക. പോരാത്തതിന് ഗൗതമിന്റെ അമ്മയുടെ വക കടുമാങ്ങ അച്ചാറും വേറെ എന്തൊക്കെയോ പലഹാരങ്ങളും മുത്തശ്ശി പറഞ്ഞ എണ്ണയും ഒക്കെയുണ്ട്. എല്ലാം എടുത്തു വെക്കുമ്പോഴും പലപ്പോഴും അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്വപ്നമാണെന്ന് തോന്നി. തനിക്ക് വേണ്ടിയും ഇതൊക്കെ തന്നുവിടാനും ചെയ്തു തരാനും ആളുകൾ. 2 ദിവസം കൊണ്ട് തന്റെ ആരൊക്കെയോ ആയി മാറിയവർ, തനിക്ക് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്നവർ, അവരെ എല്ലാം വിട്ടു പോകുന്ന വിഷമം. വൈകിട്ട് പോകാനിറങ്ങിയതും മുത്തശ്ശി കെട്ടിപ്പിടിച്ചു. ഇനിയും ഇങ്ങോട്ടൊക്കെ വരണം ട്ടോ. ഗൗതമിന്റെ അമ്മയും വന്നു പുൽകി. ആരും ഇല്ലെന്ന് വിചാരിച്ച് വിഷമമൊന്നും വേണ്ട കേട്ടോ മോക്ക്. ഒറ്റയ്ക്കാവുമ്പോ പൊട്ടബുദ്ധി ഒന്നും തോന്നരുത്. ഞങ്ങളൊക്കെ ഉണ്ട് മോൾക്ക്. ഇനിയും ഇവൻ വരുമ്പോ വരണം. ഞങ്ങളൊക്കെ കാത്തിരിക്കും. പുഞ്ചിരിയോടെ തലയാട്ടിയെങ്കിലും കരഞ്ഞു പോയിരുന്നു. അവരുടെയും കണ്ണു നിറഞ്ഞു. എല്ലാവരും സഹതാപത്തോടെ നോക്കി അവളെ. ഗീതവും അനുവും ഒന്നും കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നില്ലായിരുന്നു. അത്രത്തോളം അടുത്തു പോയിരുന്നു. കൂടപ്പിറപ്പുകളില്ലാത്ത തനിക്ക് കിട്ടിയ സഹോദരിമാർ. കണ്ണൊന്നു തുടച്ച് പുഞ്ചിരി വരുത്തി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ദീപു പോയി കാറിലിരുന്നു. ഗൗതം ആദ്യമേ തന്നെ കാറിൽ സ്ഥാനം പിടിച്ചിരുന്നു. കാർ മുന്നോട്ട് നീങ്ങിയതും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അവർക്ക് നേരെ കൈവീശി. കാറിനുള്ളിൽ മൗനം നിറഞ്ഞു നിന്നു. ഗൗതം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇതുവരെ. അവിടെ വെച്ച് കളിയാക്കാനെങ്കിലും തന്നോട് മിണ്ടിയിരുന്നു. പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൾ. വീണ്ടും ആ നഗരത്തിലേക്ക് തന്നെ അടുക്കുകയാണ്. തന്റെ ഒറ്റപ്പെടലിന്റെ നാളുകൾ പുനരാരംഭിക്കുകയാണ്. തനിക്കിവിടെ ഉണ്ടായിരുന്ന ഏക ആശ്വാസം അത് യദുവായിരുന്നു. ഇപ്പോ അവന് പോലും തന്നെ വേണ്ട. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതും ഗൗതം നീട്ടി ഹോണടിക്കുന്നത് കേട്ടു. നോക്കിയപ്പോൾ കാർ ട്രാഫിക് ബ്ലോക്കിൽ കുരുങ്ങിയിരിക്കുകയാണ്. ഡാം പൊട്ടിക്കഴിഞ്ഞില്ലേ ഇതുവരെ? മുന്നോട്ട് നോക്കിയിരുന്നു കൊണ്ട് തന്നെയാണ് അവന്റെ ചോദ്യം. മറുപടി ഒന്നും പറഞ്ഞില്ല. സി ദീപിക, കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞത് തന്നെയാണ്. അതോർത്തിരുന്ന് കണ്ണീരൊഴുക്കിയിട്ട് എന്താ കാര്യം? മുന്നോട്ട് എങ്ങനെയെന്നാണ് ചിന്തിക്കേണ്ടത്. എനിക്കറിയില്ല ഗൗതം, മുന്നോട്ടിനി എങ്ങനെയാണെന്ന്. 2 ദിവസം എല്ലാം മറന്നതാ ഞാൻ. പക്ഷേ ഇവിടെ എത്തിയപ്പോ വീണ്ടും യദുവും സാക്ഷിയും ഒക്കെ എന്റെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് തകരും പോലെ. അതിനെയെല്ലാം ഓവർകം ചെയ്തേ മതിയാകൂ ദീപിക. ഇല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയാം, ബട്ട് ഹൗ? നിനക്ക് അവനോട് റിവഞ്ച് ചെയ്യണ്ടേ? ഒന്നും വേണ്ട ഗൗതം, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഒന്ന് ഞാൻ ഉറപ്പു പറയാം, ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കില്ല. അവന് മുന്നിൽ ജീവനോടെ തന്നെ ഞാൻ ഉണ്ടാവും. ഗൗതം പിന്നീടൊന്നും പറഞ്ഞില്ല. വീടിന് മുൻപിൽ ഇറങ്ങുമ്പോൾ അവനോടൊന്ന് തലയാട്ടി യാത്ര പറഞ്ഞു. തിരികെ തലയൊന്നനക്കി അവനും കാർ മുന്നോട്ടെടുത്തു. ഗ്രേസി ആന്റിയുടെ കയ്യിൽ നിന്നും കീ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ ചൂഴ്ന്നു നോക്കുന്നത് കണ്ടു. മുകളിലെ റൂമിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോഴാണ് അവർ മോളോട് പറയുന്നത് കേൾക്കുന്നത്. ഇത്രയും നാള് പൊരുത്തം ഉണ്ടായിരുന്നു. അവന്റെ കൂടെ കറക്കവും അവന്റെ ഫ്ലാറ്റിൽ പോകലും എന്തൊക്കെ നടന്നിട്ടുണ്ടാവുന്ന ആർക്കറിയാം. ഇപ്പതോ വേറൊരുത്തൻ. അവന്റെ കൂടെ 2 ദിവസം നിന്നിട്ടാ ഈ വന്നേക്കുന്നേ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. എന്നാ വേണമെങ്കിലും കാണിക്കാം. പോരാത്തതിന് സിറ്റി. അവസാനം വല്ലതും പറ്റിയിട്ട് നമ്മുടെ തലയിലെങ്ങാനും ആകുമോ?
ഓരോരോ വൃത്തികെട്ടവളുമാര്. അമ്മച്ചി ഒന്നും മിണ്ടാതിരുന്നേ. റീന അവരെ ചീത്ത പറയുന്നത് കേട്ടു. തലയിൽ കൂടം വെച്ച് അടിച്ചതുപോലെ തോന്നി ദീപുവിന് അവരുടെ വാക്കുകൾ. അവ വല്ലാതെ നോവിക്കുന്നു. ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയതും റീന അവളോട് ജാള്യതയോടെ ചിരിച്ചിട്ട് അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അവരകത്തേക്ക് കയറി പോകും വരെ നോക്കി നിന്നു. പിന്നെ പടികൾ കയറി മുകളിലേക്ക് പോയി. റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വല്ലാതെ മടുത്തു പോയിരുന്നു മനസ്സ്. മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത അലോസരപ്പെടുത്തി. വീണ്ടും ഒറ്റപ്പെടലിന്റെ വേദന. എങ്ങനെയൊക്കെയോ ഒന്ന് കുളിച്ചിറങ്ങി ബെഡിലേക്ക് കിടന്നു. വെള്ളം ദേഹത്തൊട്ടിപ്പിടിക്കും പോലെ തോന്നി. മനസ്സ് മടുപ്പിക്കുന്ന ഒരു ഗന്ധം. മനസ്സ് പോലെ ശരീരവും മൂടിക്കെട്ടിയതുപോലെയായി അവൾക്ക്. കഴിക്കാൻ അമ്മ കൊടുത്തുവിട്ട ചോറുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ തോന്നിയില്ല. വിശപ്പ് കെട്ടുപോയതുപോലെ. റൂമിലെ ഫ്രിഡ്ജിലേക്ക് അതെടുത്ത് വെച്ച് ഒരിടത്ത് കിടന്ന് ഫോൺ എടുത്ത് നോക്കി. വാട്സപ്പ് എടുത്ത് അനുവിന് മെസ്സേജ് വിട്ടു, എത്തിയെന്ന്. അവിടെ കണ്ടെന്ന് മനസ്സിലായി. കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ അവളുടെ കോൾ വന്നു. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും ഉള്ളിലെ സങ്കടം അവൾ അറിയാതിരിക്കാൻ ശ്രമിച്ചു. ഗൗതമിന്റെ അമ്മയുടെ അടുത്തും സംസാരിച്ചിട്ടാണ് ഫോൺ വെച്ചത്. അത് കഴിഞ്ഞ് ഗാലറി ഓപ്പൺ ചെയ്തപ്പോൾ അനുവും ഗീതവുമൊക്കെയായി എടുത്ത സെൽഫികൾ തെളിഞ്ഞു വന്നു. ഉത്സവപ്പറമ്പിൽ വെച്ചും പാടത്തും പറമ്പിലുമൊക്കെ വെച്ചും എടുത്തത്. എല്ലാത്തിലും തന്റെ മുഖത്ത് ചിരിയാണ്. മനസ്സറിഞ്ഞ് താൻ ചിരിച്ചത് ഈ 2 ദിവസമാണ്. ഇടയ്ക്കൊരു ഫോട്ടോയിൽ ശിങ്കാരി മേളത്തിന് ചെണ്ട കൊട്ടുന്ന ഗൗതം. ഗീതു സെൻഡ് ചെയ്തതാണ്. കുറച്ചുനേരം കണ്ണുകൾ ആ ഫോട്ടോയിൽ തന്നെ തറഞ്ഞു നിന്നു. പിന്നെ വീണ്ടും മറ്റുള്ളവരുമായി ഒക്കെ നിന്നെടുത്ത ഫോട്ടോകളിലേക്ക് കണ്ണു പതിപ്പിച്ചു. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ നിറഞ്ഞ് അവ മാഞ്ഞു പോകുന്നത് പോലെ. അനാഥത്വത്തിന്റെ കയ്പുനീർ ഇപ്പോഴാണ് ദീപു ശരിക്കും രുചിക്കാൻ തുടങ്ങിയത്. പിറ്റേന്ന് മുതൽ ദീപുവിന്റെ ജീവിതം യാന്ത്രികമായി ഒഴുകി തുടങ്ങി. ഓഫീസും തന്റെ മുറിയുമായി അവൾ ഒതുങ്ങിക്കൂടി. മറ്റൊന്നും ചെയ്യാനില്ലാതെ അവൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. അനുവും ഗീതവും ഇടയ്ക്ക് വിളിക്കും. അതായിരുന്നു ഏക ആശ്വാസം. ഗൗതമിന്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ വിളിച്ച് പരാതി പറയും, ഒന്ന് അങ്ങോട്ട് വരാൻ. പിന്നെ വരാമെന്ന് പറയും അവൾ. ഗൗതമിനെ പിന്നെ കണ്ടിട്ടില്ല. ഇതിനിടയിൽ 2 പ്രാവശ്യം അവൻ നാട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞു അനു. തന്നോട് പറഞ്ഞില്ല, വിളിച്ചുമില്ല. അല്ലെങ്കിലും ഇടയ്ക്കിടെ വന്നു കാണാനും പോകുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും മാത്രം ബന്ധമൊന്നും തനിക്ക് അവനോടില്ലല്ലോ. എങ്കിലും തനിക്ക് ആരെയൊക്കെയോ സ്നേഹിക്കാൻ തന്ന നന്ദി അവനോടുണ്ടിപ്പോഴും. യദുവിനെ പിന്നീട് കണ്ടതേയില്ല. അല്ലെങ്കിലും തന്റെ മുന്നിൽ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അവൻ. താനും അബദ്ധത്തിൽ പോലും അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവന്റെ മുന്നിൽ ചെല്ലാൻ ഇഷ്ടമില്ല. ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 3 മാസത്തോളമായി. അവളെ ഉലച്ച ആ സംഭവങ്ങളുമൊക്കെ അവളുടെ മറവിയിലേക്ക് ആണ്ടുപോയി തുടങ്ങി. കൂടെ യദുവും. അന്നൊരു ദിവസം ഓഫീസിൽ നിന്നും ഇറങ്ങി കുറച്ചൊന്ന് കറങ്ങാൻ പോയി. കുറേ ദിവസത്തിനു ശേഷമാണ് അങ്ങനൊരു തോന്നൽ. വീടും ഓഫീസും മാത്രമായി മടുത്തതുപോലെ. കാർമേഘം കൊണ്ട് മൂടിയിരുന്നു ആകാശമാകെ. ബീച്ചിലൊന്ന് കറങ്ങി കടൽത്തിരകളെ നോക്കിയിരിക്കുമ്പോഴാണ് അവൾ ഇരിക്കുന്നതിന് കുറച്ചു ദൂരെയായി പരിസരം പോലും മറന്നു നിന്നുകൊണ്ട് പരസ്പരം ചുംബിക്കുന്ന 2 പേരെ കാണുന്നത്. അത് യദുവും സാക്ഷിയുമായിരുന്നു. അവരെ തിരിച്ചറിഞ്ഞതും ഞെട്ടലായിരുന്നു. മറന്നു തുടങ്ങിയതെല്ലാം വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞു. യദുവുമൊത്തുള്ള തന്റെ പ്രണയ നിമിഷങ്ങൾ. അവയിലൊന്നും ഇങ്ങനൊരു ചിത്രമില്ലായിരുന്നു. തലയെല്ലാം വെട്ടിപ്പൊളിയുന്നത് പോലെ വേദനിക്കുന്നു. ചുറ്റും നിന്ന് തുറച്ചു നോക്കുന്നവരെ പോലും മറന്ന് ചുംബിച്ചുകൊണ്ടിരുന്നവർ ഒരു ചിരിയോടെ അകന്നു കൈകോർത്ത് പിടിച്ച് അവൾക്കരികിലൂടെ നടന്നുപോയി. ഇടയ്ക്കൊരു നോട്ടം അവളിലേക്ക് പാറി വീണതും യദുവിന്റെ മുഖത്ത് ആദ്യം അത്ഭുതമായിരുന്നു, പിന്നെ പുച്ഛം.
അവളെ ഒന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ സാക്ഷിയുടെ ഇടുപ്പിൽ കൈയിട്ട് അവന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഞെട്ടലോടെ ഇരുന്നവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. അവിടുന്ന് എഴുന്നേറ്റ് എങ്ങോട്ടോ ഓടാൻ തോന്നിയെങ്കിലും കാലുകൾ അനക്കാനാകാതെ ശില പോലെ നിന്നുപോയി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. എല്ലാവരും ഓടി കാറ്റാടി മരങ്ങളുടെ ചുവട്ടിലൊക്കെ നിന്നെങ്കിലും ഒന്നും അറിയാതെ ദീപു മാത്രം മഴ നനഞ്ഞുകൊണ്ടിരുന്നു. അവരെ ഒരുമിച്ച് കാണുന്തോറും അവളുടെ ഹൃദയം വിണ്ടുകീറിയത് ആരും മനസ്സിലാക്കിയില്ല. എല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആരുടെയോ കൈകൾ വന്ന് തന്നെ വലിച്ചപ്പോഴാണ് ദീപു മുഖമുയർത്തി നോക്കുന്നത്. മുന്നിൽ തനിക്കൊപ്പം മഴ നനയുന്ന ഗൗതമിനെ കണ്ടതും മറ്റൊന്നും ഓർക്കാതെ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അവൾ. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും പുതുതായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.